Jagmohan Pandey alias Nasir Ahmed Khan, case number 191/82/93. Jagmohan Pandey. Jagmohan Pandey is sentenced to death. The details. Justice Usha Verma today passed a historic judgment sentencing Jagmohan Pandey to death and soon after submitted her resignation. The Prime Minister has refused to accept the resignation of the Finance Minister, and in the DCM football tournament... हेलो, हमारी बात को ठुकराते हुए आखिर उस साली जज ने पांडे का जजमेंट सुना ही दिया। अब हम पांडे की जिंदगी के बदले उसकी बेटी की जिंदगी छीन लेंगे। उसकी बेटी को कुछ मत करो। हम तुम्हें सोचने के लिए एक और दिन की मोहलत देते हैं। अगर तुमने पांडे को रिहा नहीं किया तो हम तुम्हें, तुम्हारे खानदान समेत उस जज और उसकी बेटी को भी मौत के घाट उतार देंगे, समझे? हेलो हेलो, സാബ്, ഞാൻ സഞ്ജയാണ്. മാനസി ഇവിടെ ഉണ്ട്. സഞ്ജയ്? ആ, സഞ്ജയ് എവിടുന്നാ വിളിക്കുന്നത്? ഓൾഡ് ഡൽഹിയിലായി സ്ഥലം, ഷേഖ് ബാബർ കോളനിയിൽ. ഷേഖ് ബാബർ കോളനിയിൽ എവിടെ നിന്ന്? തുഗ്ലക് മസ്ജിദിന്റെ. ഹലോ ഹലോ, ഒരു സ്ഥലം വരെ നമുക്കൊന്ന് പോണം. ആ സ്ഥലത്ത് ഒരു കമാൻഡോ ഓപ്പറേഷനുള്ള സാധ്യത ഉണ്ടോ എന്നറിയണം. യാതൊരു സംശയത്തിനും ഇടകൊടുക്കാതെ നമുക്ക് അവിടെ വരെ പോയി നോക്കാം. കമോൺ. തുഗ്ലക് മസ്ജിദ് 800 വർഷം പഴക്കമുണ്ട് ഇതിന്. മസ്ജിദിന്റെ പിന്നിലുള്ള പഴയ കോട്ടയിലാണ് ഖുറേഷിയും സംഘവും തമ്പടിച്ചിരിക്കുന്നത്. കോളനി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരി ഇതാണ്. 2 ലക്ഷത്തോളം ജനങ്ങളുണ്ട് ഇവിടെ. ഖുറേഷിയും ഗ്രൂപ്പും ഒരു പെൺകുട്ടിയെ ഇവിടെ ബന്ദിയാക്കി വെച്ചിരിക്കുന്ന വിവരം കോളനിയിലുള്ളവർക്കറിയില്ല. നമ്മൾ ഏതെങ്കിലും രീതിയിൽ റിയാക്ട് ചെയ്താൽ അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ നമുക്കെതിരായി അണിനിരത്താൻ അവർക്ക് കഴിയും. അത്രമാത്രം ഇൻഫ്ലുവൻസ് ആണ് ഖുറേഷിക്ക് അവിടെ ഉള്ളത്. മസ്ജിദിന്റെ ഗേറ്റ് കടന്ന് വേണം ആർക്കും ആ കോട്ടയ്ക്കകത്തേക്ക് കടക്കാൻ. ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. മിസ്റ്റർ ബൽറാം, ട്രൈ ആൻഡ് ഫിനിഷ് ദം. യു മേ ഗോ ഹെഡ് വിത്ത് യുവർ പ്ലാൻസ്. സാബ്, എന്താ ശ്യാം, യു ഹാവ് എനി സജഷൻ? ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ പോലെ ഒരു അറ്റാക്ക്, അതും ആ സ്ഥലത്ത്, ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഖുറേഷി എല്ലാ അർത്ഥത്തിലും എക്വിപ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് മറ്റൊരു മാർഗം കണ്ടെത്തിയേ പറ്റൂ. സാബിനും അതറിയാമല്ലോ. ശ്യാം, ഒരു സൂയിസൈഡ് സ്ക്വാഡാണ് അറ്റാക്ക് നടത്താൻ പോകുന്നത്. ആ ഫോഴ്സിനൊന്നും നോക്കാനില്ല. ഏതാണ്ട് 2 ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ലമ്മിലേക്കാണ് ഫോഴ്സിനെയും കൊണ്ട് സാബ് ഇറങ്ങുന്നത്. ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് സാബിനൊന്നും തോന്നരുത്. അറിഞ്ഞുകൊണ്ട് തന്നെ 86 കോടി ഇന്ത്യക്കാരുടെ മുമ്പിൽ ഒരു ഇൻസിപ്പിയന്റ് ആവണോ സാബിന്? സുപ്പീരിയേഴ്സിനോട് വേണ്ട തന്റെ കമാൻഡ്? അല്ല സാബ്, ഇവരൊക്കെ കൂട്ടിയും കിഴിച്ചും കഴിഞ്ഞ ഈ സൂയിസൈഡ് സ്ക്വാഡ് അറ്റാക്ക് ഒരു പരാജയമാവില്ല എന്ന് സാബിന് ഉറപ്പുണ്ടോ? ഇല്ല. തുഗ്ലക് മസ്ജിദിന്റെ ചുവരിലേക്ക് സാബ് അയക്കുന്ന ഓരോ ഷെല്ലും ചെന്ന് തറയ്ക്കുന്നത് ഇവിടുത്തെ മുസൽമാന്റെ ഹൃദയത്തിലാണ്. മിസ്റ്റർ ശ്യാം, സാബ്, മസ്ജിദിന്റെ മണിഗോപുരങ്ങൾ തകർത്തിട്ട് വേണം സ്ക്വാഡിനകത്ത് കടക്കാൻ. പക്ഷെ ആ ഗോപുരങ്ങൾ തകരുമ്പോൾ ഇടിഞ്ഞു വീഴുന്നത് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ സംരക്ഷണയാണ്. 800 വർഷം പഴക്കമുള്ള ആ മസ്ജിദിന്റെ 4 അതിരുകൾ സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് ഇന്ത്യയുടെ അതിർത്തികൾ കാക്കാൻ കഴിയില്ലെന്ന് ജനം പറയും. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇന്ത്യക്കാർ ലെമൂറിസുകളാവുന്നത് തടയാൻ ഇവിടെ ഇരിക്കുന്ന ഒരു സൈന്യാധിപനും കഴിയില്ല. ആ കോളനിയിൽ കുറെ നിരപരാധികളുടെ രക്തം ഒഴുകണം. ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാവണം. അതാണ് തീവ്രവാദികൾക്കും ആവശ്യം. ശത്രുവിനോട് പൊരുതുമ്പോൾ കമാൻഡോസിന്റെ ലെക്സിക്കനിൽ നീ പറഞ്ഞതൊന്നും ഇല്ല. നമ്മുടെ വേർഡ് ബുക്കിൽ ദേ ഇല്ല. പക്ഷെ ബുദ്ധി
എന്നൊരു വാക്കുണ്ട് സാർ. മാനസിയെ രക്ഷപ്പെടുത്തുന്നതിനോടൊപ്പം ഈ രാജ്യത്തെ മുഴുവൻ കുരുതി കൊടുക്കണോ വേണ്ടയോ എന്ന് ആദ്യം തീരുമാനിക്കണം. പ്ലീസ് സാർ, ഒരു മീഡിയേറ്റർ പോകട്ടെ. സമാധാനത്തിന്റെ സന്ദേശവുമായി ഒരു മിഷണറി സിസ്റ്റർ ഖുറേഷിയുമായി സംസാരിക്കട്ടെ. ആദ്യം അയാൾക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ശരിയാണ്, ശ്യാം പറയുന്നതിലും കാര്യമുണ്ട്. ഒരു മീഡിയേറ്ററെ അയക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. അവർ പോയി വന്നിട്ട് മതി ബാക്കി മൂവ്മെന്റ്സ്. പ്ലീസ് കം ബൽറാം. हमारे आदमी से कुरैशी ने कहा है कि वो तब तक लड़की को नहीं छोड़ेंगे जब तक पांडे को रिहा नहीं कर देंगे. क्या कोई और रास्ता नहीं है लड़की को उनके चुंगल से निकालने का? മീഡിയേറ്റർ ഒരിക്കൽ കൂടെ അവരോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്നിട്ടാവാം സാബ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അവരുടെ തീരുമാനത്തിന് മാറ്റമില്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് കൂടി നമ്മൾ കാണണം. ഓക്കെ മിസ്റ്റർ ബൽറാം, മാനുഷിക പരിഗണനയുടെ പേരിൽ ജസ്റ്റിസിന്റെ മകളെ രക്ഷിക്കാനായി പാണ്ഡെ വിട്ടുകൊടുക്കാൻ രാഷ്ട്രപതി ഭവനിൽ നിന്ന് തീരുമാനമായി. നമ്മൾ തീവ്രവാദികളുടെ മുൻപിൽ കീഴടങ്ങുകയാണ് അല്ലേ സാബ്? ഞാൻ അതൊന്നും ആലോചിക്കുന്നില്ല ബൽറാം. എന്റെ ചേച്ചിക്ക് അവരുടെ മകളെയെങ്കിലും കൊടുക്കാൻ സാധിച്ചാൽ എനിക്കൊരല്പ ആശ്വാസം ഉണ്ടാവും. ഹുമയൂൺ കുന്നിൽ വെച്ചാണ് പാണ്ഡയെ കൈമാറാൻ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുവേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും നടത്തിക്കോളും. तुम्हारी माँ, तुम्हारी आर्मी और सरकार हमारा कुछ नहीं बिगाड़ सकती. इस जगह पर हुकूमत हमारे और हमारे भाइयों की है और यहाँ हुकूमत हमेशा हमारी रहेगी. ഹൈവേയിൽ നിന്ന് 9 കിലോമീറ്റർ ഉള്ളോട്ടാണ് ഹുമയൂൺ ഹിൽസ്. ഇവിടെ നിന്ന് പാണ്ഡ്യയും കൊണ്ട് 1 കിലോമീറ്ററോളം നമ്മൾ നടക്കണം. ഈ പ്ലാൻ അനുസരിച്ച് നമ്മൾ പാണ്ഡ്യയെ വിട്ടുകൊടുത്താൽ മാനസിയെ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ടോ ശ്യാമിന്? ഇല്ല, പക്ഷേ തൽക്കാലം നമ്മൾ ഖുറേഷിയെ വിശ്വസിക്കണം. ഇതാണ് ട്രാൻസ്ഫറിംഗ് പോയിന്റ്. ഇവിടം മുതൽ പാണ്ഡ്യ അല്ലാതെ മറ്റാരും മുന്നോട്ട് വരരുതെന്നാണ് ഖുറേഷിയുടെ താക്കീത്. അതുകൊണ്ട് ഈ പോയിന്റ് മുതൽ നമ്മൾ കൂടുതൽ വിജിലന്റ് ആവണം.
पांडे को छोड़ रहे हैं। उस लड़की पर आंच नहीं आनी चाहिए। तारा साहब, तुम्हारा भाई आजाद हो गया, अब आजाद हो गया। हम पांडे को छोड़ रहे हैं, मगर उस लड़की पर कोई आंच नहीं आनी चाहिए। एसटीएफ जिंदाबाद, एसटीएफ की फतेह, हम सब की फतेह। हमारी जीत है, एसटीएफ की जीत है, हम सब की जीत है। एसटीएफ जिंदाबाद, हम सब जीते, जीते। अब हमारी जीत हुई। दरअसल मैं आ रहा हूं, एसटीएफ जिंदाबाद, एसटीएफ जिंदाबाद, हम आजाद हो गए। हम लोग अपने मकसद में कामयाब हो गए। एसटीएफ की फतेह, दोस्तों, हमने अपना वादा पूरा किया। पांडे रिहा हो गया। पांडे आओ, शाबाश। तुमने जनरल को मारकर हमें खुश किया। गज की बेटे, तू क्या समझती थी कि तेरी माँ और तुम्हारी गवर्नमेंट हमें खत्म कर देगी? कभी नहीं। देखा, आज हमारी जीत हुई, जीत हुई। चली जाओ, चली जाओ यहाँ से। एसटीएफ जिंदाबाद, हमारी जीत हुई। साहब, हम जीते। साहब, मैं यहाँ हूँ, हमें धोखा दिया गया है। मैं यहाँ हूँ, वो बात नहीं है। अपनी जान प्यारी है तो अपने आदमियों से कहो कि बंदूकें फेंक दे। बोल, फेंक दो बंदूकें। चलो। खत्म कर दो इन सबको।
മേം സാബ്, മാനസിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, പേടിക്കണ്ട. ക്വിക്ക്, രക്ഷോട്ടോളൂ, വേഗം. ഈ രാജ്യദ്രോഹികളെ നീ വെറുതെ വിടരുത്. നിന്നെ സഹായിക്കാൻ കഴിയില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രമേ. ഇനിയും നീ ജീവിച്ചിരുന്നാൽ പലരുടെയും വിലപ്പെട്ട ജീവന് നീ വില പറയും. ഈ നാടിന് നീ വില പറയും. അത് പാടില്ല. മരിക്കുന്നതിന് മുമ്പ് ഒരവസരം കൂടി നിനക്ക് ഞാൻ തരാം. ബോൽ, ഭാരത് മാതാ കി ജയ്. ബോൽ, ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ്. ഇതെനിക്ക് ഒരു രണ്ടാം ജന്മമാണ്. മോളെല്ലാം മറക്കണം, സഹിക്കണം, സഹിച്ചേ പറ്റൂ. അച്ഛനും അമ്മയ്ക്കും മോള് മാത്രല്ലേ ഉള്ളൂ. വരട്ടെ. ചേച്ചി എന്നും പറയാറുള്ള നൊസ്റ്റാൾജിയ. ഇനി തറവാടും നാലുകെട്ടും പഠിപ്പരയും ആളനക്കമുണ്ടാകാൻ പോകുന്നു. മാനസിക്കും ഇപ്പൊ അതാണ് വേണ്ടത്. എനിക്കിനി 4 വർഷം കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ ഞാനും തറവാട്ടിൽ കാണും. കാശ്മീർ ഗവർണറുടെ സെക്യൂരിറ്റി വിംഗ് ചീഫായി ശ്യാമിനെ പ്രൊമോട്ട് ചെയ്തു. കുറെ കൂടെ ഭാരിച്ച ജോലി. ഒരു നന്ദി പറയാൻ പോലും. ചേച്ചി, ഒരു പട്ടാളക്കാരനും നന്ദി പറയുന്നത് കേൾക്കാൻ കാത്തു നിൽക്കാറില്ല. I'm sorry, Shyam.